ഹലോ ഗേസ്, കേൾക്കുമ്പോൾ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സാറാം. അപ്പോൾ നമ്മൾ ഇന്നൊരു കേസ് അന്വേഷിക്കാൻ പോവാണ് ഗൈസ്. നമുക്ക് ഡിറ്റക്റ്റീവ് മേഖലയിലൂടെ ഒരു കേസ് അന്വേഷണത്തിന് തയ്യാറാകാം ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഗൈസ്. ചില തടവുകാർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടതായി മെഹുലിന് ഒരു കോൾ വരുന്നു. മെഹുൽ ഉടൻ തന്നെ അവന്റെ കാറിൽ ജയിലിലെത്തുന്നു. അവിടെ പോയതിനു ശേഷം മെഹുൽ ജയിലറിനെ കാണുന്നു. ഇന്നലെ രാത്രി കനത്ത മഴയിൽ ലൈറ്റ് ഇല്ലാത്തത് കാരണം ചില ക്രിമിനലുകൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്നായ ചെക്കൻ്റെ വീശ നോക്കുക ഗൈസ്. വളഞ്ഞു പോയിക്കുക. ചെക്കൻ ഗുണ്ട അവന്റെ കൈ മെഹുലിനോട് പറയുന്നു. മെഹുൽ ഉടൻ തന്നെ അവരുടെ സെല്ലിലേക്ക് പോകുന്നു. സെൽ കണ്ടതിന് ശേഷം മെഹുൽ ജയിലറിനോട് പറയുന്നു, 3 ക്രിമിനൽസ് ഇവിടെ നിന്ന് ഉടൻ തന്നെ അവരുടെ സെല്ലിലേക്ക് പോകുന്നു. സെൽ കണ്ടതിന് ശേഷം മെഹുൽ ജയിലറിനോട് പറയുന്നു, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരോ അവരെ സഹായിച്ചു. ലോജിക്കൽ ആർമി എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? ഇവിടെ 3 ക്രിമിനൽസ് ഉണ്ടായിരുന്നു, ഒപ്പം രക്ഷപ്പെടാൻ അവരെ സഹായിച്ച ഒരാളുണ്ടായിരുന്നു എന്ന് ചിന്തിക്കും. നമുക്കിവിടെ സ്റ്റോപ്പാക്കി വെക്കാം. അവിടെ 3 ഫുഡുണ്ട് ഗൈസ്. 3 ഫുഡ്, പിന്നെ കാലടയാളം ഉണ്ട് ഗൈസ്. കാലടയാളം, പിന്നെ അവിടെ പൊട്ടിച്ചിട്ടേക്കാണ് ഭിത്തിയൊക്കെ പൊട്ടിച്ചിട്ടേക്കാണ്. ഇതൊക്കെയാണ് തെളിവ്. ഇതൊക്കെയാണെന്നാണ് തോന്നുന്നത്, എനിക്കറിഞ്ഞൂടാ. നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ചുമര് പൊളിച്ചതിന്റെ വേസ്റ്റ് അകത്തുണ്ട്. ഇതിനർത്ഥം പുറത്തുനിന്ന് ആരെങ്കിലും ജയിൽ തകർത്തു എന്നല്ലേ? അതുകൊണ്ടാണ് അയാൾ 3 പ്ലേറ്റുകളാണ് ജയിലിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അതിനർത്ഥം ടീമിൽ 3 പേർ ഉണ്ടായിരുന്നുവെന്നാണ്. ചെളി പുറത്തായതിനാൽ മറ്റു 2 പേരുടെയും കാൽപ്പാടുകളുമില്ല. മെഹുൽ പുറത്തുപോയി ബാക്കിൽ നോക്കുമ്പോൾ അവിടെ ചെളിയിൽ 4 പേർ ഓടിപ്പോയതിന്റെ പാടുമുണ്ട്. മെഹുൽ ചിന്തിച്ചത് തികച്ചും ശരിയാണ്. CCTV ഫുട്ടേജസ് ചെക്ക് ചെയ്യുവാൻ മെഹുൽ ആദ്യം CCTV റൂമിലേക്ക് പോകുന്നു. എന്നാൽ അവിടെ നിന്നും ഒന്നും കണ്ടെത്തുന്നില്ല. കാരണം ആ സമയം ലൈറ്റ് അണഞ്ഞു പോയിരുന്നു. അതിനാൽ മെഹുൽ ലൈറ്റ് അണയുന്നതിന് മുൻപും ലൈറ്റ് അണഞ്ഞതിന് ശേഷവും ആരാണെന്ന് ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. ഈ 5 പേരെ കണ്ടാൽ ആരാണെന്ന് നിങ്ങൾക്ക് പറയാനാകുമോ? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. വീഡിയോ പോസ് ആക്കിയിട്ട് നോക്കാം ഗൈസ്. ഓക്കെ, ഇതിനകത്ത് അതിൽ വന്നേക്കുന്നത് രണ്ടാമത്തവനും പിന്നെ ഒരു കറുത്ത മാസ്ക് ഇട്ടവനാണ് ഗൈസ്. മനസ്സ് മറ്റേ തൊപ്പി ഇട്ടേക്കുന്ന ആളാണെന്ന് തോന്നുന്നു ഇറങ്ങി ഓടിയത്. എനിക്ക് തോന്നുന്നു അങ്ങനെ. കറക്റ്റ് ആൻസർ അതാണോ എന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് നോക്കാം കറക്റ്റ് ആൻസർ അതാണോ എന്ന്. വീഡിയോ പ്ലേ ആക്കിയിട്ടുണ്ട്. ജയിലിന്റെ ലേസർ പോലുള്ള എന്തോ ഒരു സാധനം നമ്മൾ കണ്ടില്ല കേട്ടോ. എന്നാൽ ലേസർ പോലെയുള്ള സാധനം ഉപയോഗിച്ചാണ് ജയിൽ കട്ട് ചെയ്തത്. മറ്റൊരു കാര്യം, ആരാണോ ജയിൽ തകർത്തത് അവന്റെ ഷൂസ് വൃത്തികെട്ടതായിരുന്നു എന്നതാണ്. എന്നാൽ 4 പേരുടെയും മാത്രം ഷൂസ് ആണ് വൃത്തികെട്ടത്. എന്നാൽ ഇവിടെ ചോദ്യം, ഇവർ വോൾ എങ്ങനെ കട്ട് ചെയ്തിരിക്കുമെന്നാണ്. നേരത്തെ ഫുട്ടേജില് നോക്കട്ടെ. അതെ ഗൈസ്, വൃത്തികേടായിരിക്കുമായിരുന്നു. നടക്കാൻ പോകുന്ന ബാങ്ക് മോഷണത്തെ പറ്റി ഫ്രണ്ടിലോട്ടായി പോയി സെൽ സന്ദർശിക്കുന്നു. പക്ഷേ മെഹുലിന് അവിടെ നിന്നും ഒരു എവിഡൻസും കിട്ടുന്നില്ല. അടുത്ത ദിവസം മെഹുലിന് ഒരു കോൾ വരുന്നു. ഇന്ന് നടക്കാൻ പോകുന്ന ബാങ്ക് മോഷണത്തെ പറ്റി പത്രത്തിൽ അടിച്ചു വന്നുവെന്ന് ആരോ മെഹുലിനോട് പറയുന്നു. മെഹുലിന് മനസ്സിലായി ആരോ തന്നെ വെല്ലുവിളിക്കുന്നുണ്ടെന്ന്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. മെഹുൽ ന്യൂസ് പേപ്പർ ശരിയായി നോക്കി മനസ്സിലാക്കുന്നു. ഏത് ബാങ്കാണ് കൊള്ളയടിക്കാൻ പോകുന്നതെന്ന്. ലോജിക്കൽ ആർമി, ന്യൂസ് പേപ്പർ നോക്കി പറയാനാകുമോ ഏത് ബാങ്കാണ് കൊള്ളയടിക്കാൻ പോകുന്നതെന്ന്? ചിന്തിക്കൂ. എനിക്കൊന്നും മനസ്സിലായില്ല. ഏത് ബാങ്കാണ് കൊള്ളയടിക്കാൻ പോകുന്നത്? അവിടെ ഒരു മുതുക്ക് ബാങ്ക് ഇപ്പുണ്ടല്ലോ, അതായിരിക്കും. ഇപ്പോൾ ബാങ്കിന്റെ പേര് കാണാനില്ലെങ്കിലും തൊട്ടടുത്ത ഷോപ്പിന്റെ പേര് കാണാം. അതിലൂടെ മെഹുലിന് ആ ബാങ്കിലെത്താം. മെഹുൽ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അറിയുന്നു ആ കടയുടെ പേരിൽ 5 ഷോപ്സ് സിറ്റിയിലുണ്ടെന്ന്. ചിന്തിക്കൂ ലോജിക്കൽ ആർമി. മെഹുലിന് ഏത് കടയിലാണ് പോകേണ്ടതെന്ന് എങ്ങനെ അറിയുമെന്ന്? എന്നിട്ട് എന്നോട് പറയും. ചിന്തിക്കൂ. നമുക്ക് പോകേണ്ടത് ഫ്ലവർ ഷോപ്പില്. ഒന്ന് ഇരുത്തി ചിന്തിക്കണം ഏതാണ്. ഇത് പച്ചക്കളർ കാണുന്നതിൻ്റെ അടുത്തുള്ള ഫ്ലവർ ഷോപ്പാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നോക്കാം ഗൈസ്, അതാണോ നോക്കാം. സിമ്പിളായി ഈ ഷോപ്പുകളിൽ ഏത് ഷോപ്പിന്റെ അടുത്താണ് ബാങ്ക് ഉള്ളതെന്ന് മെഹുൽ കണ്ടെത്തുന്നു. മെഹുൽ ആ 5 ഷോപ്സിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഷോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അതും ബാങ്കിന്റെ അടുത്തായിരുന്നു. അതേതാണ് ഉടൻ ഗൈസ്? തന്നെ തന്റെ കാറിൽ ബാങ്കിലെത്തി അവിടുത്തെ സെക്യൂരിറ്റി പരിശോധിക്കുവാൻ എനിക്കതൊന്നും തുടങ്ങും. മനസ്സിലായില്ല. അതിനുശേഷം എനിക്ക് മെഹുൽ ഇങ്ങനത്തെ ഒന്നും CCTV മനസ്സിലായില്ല. റൂമിൽ പോയി CCTV ഫുട്ടേജസ് ചെക്ക് ചെയ്യുന്നു. CCTVയിലെ ലൈവ് ഫുട്ടേജസ് കണ്ട മെഹുൽ കള്ളൻ ബാങ്കിൽ കയറിയതായി മനസ്സിലാക്കുന്നു. നമുക്ക് ലോജിക്കൽ നോക്കാം. ലൈവ് ഇതെങ്കിലും CCTV കറക്റ്റ് ആക്കും ഫുട്ടേജിൽ ഗൈസ്. നിന്ന് ഇത് കറക്റ്റ് മെഹുൽ ആക്കിയിരിക്കും. എന്താണ് കണ്ടത്? കള്ളൻ ബാങ്കിൽ കയറിയതാണെന്ന് കരുതാൻ. ചിന്തിക്കൂ. വീട്ടിലൊക്കെ ഇവിടെ 2 ആൾക്കാരുണ്ട്. ഇവിടെ ഒരാൾ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവിടെ CCTV ക്യാമറ ഉണ്ട്, പക്ഷെ അത് കാണിക്കുന്നില്ല. കണ്ടല്ലോ, നിങ്ങളത് കണ്ടോന്ന് എനിക്കറിഞ്ഞൂടാ ഫസ്റ്റത്തെ ഫുട്ടേജിൽ. പിന്നെ നമുക്ക് ആൻസർ നോക്കാം ഗൈസ്. എനിക്ക് കിട്ടുന്നില്ല. നോക്കണം. ഇപ്പം ഞാൻ പറഞ്ഞ കറക്റ്റായിരുന്നു. മാനേജറിനെ ശ്രദ്ധിച്ചു നോക്കൂ. അയാൾ ഫൂട്ടേജ് 1-ലും കൂടാതെ ഫൂട്ടേജ് 3-ലും ദൃശ്യമാണ്. അതായത് മാനേജറിന്റെ മാസ്ക് ധരിച്ചാണ് കള്ളൻ വന്നിരിക്കുന്നതെന്നല്ലേ? മെഹുൽ ഉടനോടി ലോക്ക് റൂമിന്റെ അടുത്ത് പോകുന്നു. എന്നാൽ ലോക്കർ റൂമിന്റെ ബാക്ക് സൈഡിൽ ഒരു ഹോൾ ഉണ്ടായിരുന്നു, ജയിലിന്റെ വോളിൽ കണ്ടതുപോലെ. അപ്പോൾ മെഹുൽ അവിടെ ബോംബിന്റെ ടിക് ടിക് ശബ്ദം കേൾക്കുന്നു. ഇവിടെ ബോംബുണ്ടെന്ന് തോന്നുന്നു. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാനാകുമോ മെഹുലിന് ഏത് വയറാണ് മുറിക്കേണ്ടി വരിക എന്ന് ബോംബ് നിർവീര്യമാക്കാൻ? ചിന്തിക്കൂ. എനിക്ക് തോന്നുന്നു വൈറ്റും ചുമപ്പോന്നാണോ ഗൈസ്? വൈറ്റോ ചുമപ്പോ ഏതെങ്കിലും ഓർമ്മയായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്, നിങ്ങളേതാ പറഞ്ഞതെന്ന്. ഫ്രൂട്ട്സും കളേഴ്സും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ആപ്പിൾ റെഡിൽ നിന്നും മാംഗോ യെല്ലോയിൽ നിന്നും ബനാന യെല്ലോയിൽ നിന്നും. എന്നാൽ കസ്റ്റേർഡ് ആപ്പിളിനെ നോക്കൂ, അത് വൈറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. കസ്റ്റേർഡ് ആപ്പിളിന്റെ അകം വെളുത്തതാണ്, പക്ഷെ പുറമേയുള്ള നിറം അതല്ല. മെഹുൽ ആ വയർ മുറിച്ച് ബോംബ് നിർവീര്യമാക്കി. ബാങ്കിലുണ്ടായിരുന്ന അയാൾക്ക് കഴിയുന്നില്ല. ഏതോ ഗാഡ്ജറ്റ് ഉപയോഗിച്ച് ഭിത്തിയിൽ ഹോൾ ഉണ്ടാക്കി മോഷ്ടാക്കൾ രക്ഷപ്പെടുകയായിരുന്നു. അതിനിടയിലാണ് മെഹുലിന്റെ സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് എത്തുവാൻ ഒരു വഴികാട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത് നോക്കി പറയാൻ കഴിയുമോ ABCDയിൽ നിന്ന് സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് പോകുന്ന വഴി ഏതാണെന്ന്? ഞാൻ നോക്കട്ടെ. നമ്മൾ ഫസ്റ്റ് ബുൽബുലിയ സയന്റിസ്റ്റിന്റെ അവിടെ നോക്കണം. എന്നിട്ട് ഫസ്റ്റ് കാണുന്ന പോകുന്ന സ്ഥലത്തെ കൂടെ നോക്കണം. ഓക്കെ, ഞാൻ പറയുന്നത് D ആണ് ഗൈസ്. ഞാൻ പറയുന്നത് D ആണ്. നിങ്ങൾ പറയുന്നത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് D ആണ്. വഴിയിലൂടെ പോയാൽ സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് എത്താം. ഞാൻ പറഞ്ഞില്ല ഗൈസ്, വഴിയിലൂടെ പോയി സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് എത്തി. കുറച്ചു നാളായിട്ട് ലാബ് അടച്ചിട്ടിരിക്കുകയായിരുന്നുവെന്നും എന്നാൽ ഇവിടെ നിന്ന് ധാരാളം ഗാഡ്ജറ്റ്സ് മോഷണം പോയിട്ടുണ്ടെന്നും സയന്റിസ്റ്റ് മെഹുലിനോട് പറയുന്നു. പക്ഷെ അയാൾക്കും അറിയില്ല ഏതൊക്കെ ഗാഡ്ജറ്റ്സ് ആണ് മോഷണം പോയതെന്ന്. ഈ ലാബിൽ അവസാനമായി പോയത് ആരാണ്? സയന്റിസ്റ്റ് പറഞ്ഞു, ലാബ് അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. ലാബ് അസിസ്റ്റന്റ് ആണ് വൃത്തിയാക്കുന്നതിനായി ക്ലീൻ റൂം ഉണ്ടായിരുന്നു, ഒപ്പം പിയൂണും ഉണ്ടായിരുന്നു, എല്ലാം പൂട്ടുന്നതിനായി. മെഹുലിന് പെട്ടെന്ന് മനസ്സിലായി ആ മോഷണം നടത്തിയത് ആരാണെന്ന്. നിങ്ങൾക്ക് ഊഹിക്കാൻ ഇവിടെ ഒരു ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ ഫുഡ് സ്റ്റെപ്പ് ശ്രദ്ധിച്ചോന്ന് എനിക്കറിഞ്ഞൂടാ. ഇവിടെ ഒരു ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്. അതിനകത്ത് കൂടെയാണെന്ന് തോന്നുന്നത് ഈ പുള്ളിക്കാരൻ വന്നതെന്ന് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, അതാണോന്ന് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നത് അതാണെന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. കുറച്ച് ഫുഡ് സ്റ്റെപ്പൊക്കെ കാണുന്നുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ക്ലീനറാണെന്ന് തോന്നുന്നത് കള്ളൻ. നമുക്ക് നോക്കാം ഗൈസ്. ഇവിടെ ടൈമർ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. നമുക്ക് നോക്കാം ആരാണ് കള്ളൻ. ഞാൻ പറയുന്നത് ക്ലീനറാണ് ഗൈസ്. ക്ലീനറിൻ്റെ ഫുഡ് സ്റ്റെപ്പാണ് അവിടെ ഉള്ളത്. ക്ലീനർ വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഇവിടെയെല്ലാം വൃത്തികേടാകുമായിരുന്നില്ല. ഒപ്പം ആരോ വന്നതിന്റെയും പോയതിന്റെയും ഡോറിന്റെ ഭാഗത്ത് നിന്നും പിയൂൺ മനഃപൂർവ്വം വാതിൽ തുറന്നിട്ടതാകാം. മോഷ്ടാവിന് അകത്തേക്ക് കയറുവാനായി മെഹുൽ ക്ലീനറിനെയും പിയൂണിനെയും അകത്തേക്ക് വിളിച്ച് സത്യം പറയൂ, നിങ്ങൾ എന്താണ് മോഷ്ടിച്ചത്? സർ, ഞാൻ 4 കേസസ് മോഷ്ടിച്ചായിരുന്നു. അവ എന്താണെന്ന് എനിക്കറിയില്ല സർ, പക്ഷെ മാർക്കറ്റിൽ ഞാനത് വിറ്റു. എനിക്ക് ധാരാളം പണവും ലഭിച്ചു. പിയൂൺ പറഞ്ഞു, സർ, വാതിൽ തുറന്നിടാൻ ഒരാൾ എനിക്ക് പണം തന്നിരുന്നു. അവൻ മോഷ്ടിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. മെഹുൽ ഇരുവരെയും പോലീസ് ലോക്കപ്പിൽ പൂട്ടിയിട്ടു. എനിക്ക് പെട്ടെന്ന് അറിയണം ആരെല്ലാം ഗാഡ്ജറ്റ്സ് എടുത്തിട്ടുണ്ടെന്ന്. ആരും അത് ദുരുപയോഗം ചെയ്യരുത്.
അപ്പോൾ തന്നെ മെഹുലിന് പോലീസിന്റെ ഒരു കോൾ വരുന്നു. മോഷ്ടാക്കളിൽ നിന്ന് തനിക്കൊരു കോൾ വന്നതായി അയാൾ മെഹുലിനോട് പറയും. അവർ സൗത്ത് സിറ്റിയിൽ ഒരു ജ്വല്ലറി ഷോപ്പ് കൊള്ളയടിക്കാൻ ഒരുങ്ങുകയാണെന്ന്. മെഹുൽ ഉടൻ തന്നെ സൗത്ത് സിറ്റിയിലേക്ക് പുറപ്പെട്ടു. ഗൈസ്, നിങ്ങൾ ഇത്രയും വരെ വീഡിയോ കാണുകയാണെങ്കിൽ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ് പ്ലീസ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോസൊക്കെ ഇടുന്നത്. എന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. എന്നാൽ അവിടെ 3 ജ്വല്ലറി ഷോപ്പുകൾ ഉണ്ടായിരുന്നു. എന്താ, നിങ്ങൾക്ക് ഈ 3 ജ്വല്ലറി ഷോപ്പുകൾ നോക്കി പറയാമോ കള്ളന്മാർ എവിടെയാണ് മോഷ്ടിക്കാൻ പോകുന്നതെന്ന്? ചിന്തിക്കൂ സി ഗൈസ്, സി ആൻസർ സി ആണ്. അവിടെ തുറന്നിട്ടുണ്ട്, ഓപ്പൺ ആണ്. ബാക്കി 2 ക്ലോസ്ഡ് ആണ്. 3 ജ്വല്ലറി ഷോപ്പുകൾ കണ്ടപ്പോൾ പൂട്ടിയ കടയിൽ നിന്ന് കള്ളൻ മോഷ്ടിക്കാൻ പോവുകയാണെന്ന് മെഹുലിന് മനസ്സിലാകും. ഒരു ഷോപ്പ് ഇതിനകം മാറ്റി, ഒപ്പം 2ാമത്തെ ഷോപ്പ് പ്രവർത്തനക്ഷമവുമാണ്. ധാരാളം തിരക്കുമുണ്ട്. മെഹുൽ ഉടനെ തന്നെ അടച്ചിട്ട കടയുടെ ഉള്ളിലേക്ക് പോയെങ്കിലും മോഷ്ടാക്കൾ അപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തവണയും മോഷ്ടാക്കൾ അതേ രീതിയിൽ ഹോൾ ഉണ്ടാക്കിയിരുന്നു. മെഹുൽ ചാടി ഒരു കള്ളനെ ചവിട്ടി. മോഷ്ടാക്കളിൽ ഒരാൾ വിചിത്രമായ കയ്യുറകൾ ധരിച്ചിരുന്നു. അവൻ മെഹുലിനെ കൈയുറകൾക്ക് 100 ആനകളുടെ ശക്തിയുണ്ട്. ഒരാൾ വിചിത്രമായ ഷൂ ധരിച്ചിരുന്നു. അവൻ ആ ഷൂസിൽ ലോങ് ജമ്പ് ചെയ്തു. ശക്തമായി ചവിട്ടുകയും ചെയ്തു. സ്പ്രിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന് ലോങ് ജമ്പ് ചെയ്യുവാൻ കഴിയുന്നത്. മെഹുലിന് പൂർണ്ണമായും പരിക്കേൽക്കുന്നു. മോഷ്ടാക്കൾ മെഹുലിനെ അവിടെ കെട്ടിയിട്ടിട്ട് ആ ഹോളിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഈ കള്ളന്മാരോട് പോരാടാൻ മെഹുലിന് കഴിയുമോ? പിന്നെ അലി എവിടെയാണ്? ഈ കള്ളന്മാരോട് യുദ്ധം ചെയ്യുവാൻ അവൾ പദ്ധതി ഇടുകയാണോ? ഓക്കെ, അടുത്ത വീഡിയോയിൽ നമ്മളിതിൻ്റെ പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. പലരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത പ്രാവശ്യം ഞാൻ ഫേസ് ക്യാമറ ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. ബൈ.